കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലൂടെ നടത്തിയ ചെറിയ ഒരു യാത്രാ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലും അവിടുത്തെ ഹൗസ് ബോട്ടുകളുടെ കാഴ്ചയും കണ്ട്, പിന്നെ പഴയ ലൈറ്റ് ഹൗസും കണ്ട്, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി ആലപ്പുഴയുടെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യവും കണ്ട് മടങ്ങുന്നത് വഴി ആലപ്പുഴ പട്ടണത്തിലൂടെ നടത്തിയ ചെറിയ ഒരു ബൈക്ക് റൈഡിൻ്റെ വീഡിയോയുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വള്ളങ്ങൾ കിടക്കുന്നത് കാണാം. ഇത് ജൂലൈ മാസത്തിൽ സീസൺ അല്ല, അതുകൊണ്ടാണ് ഈ വള്ളങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അല്ലാതെ സീസണുള്ള സമയത്താണ് വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഒരു വള്ളം പോലും ഇവിടെ കാണാൻ കഴിയില്ല. ചൂണ്ടയിടുന്നത് വിനോദമാക്കി എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഇവിടെ ചൂണ്ടയിടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ കായലിങ്ങനെ പരന്ന് കിടക്കുവാണല്ലോ. പിന്നെ പോളയിൽ കുടുങ്ങാതെ നോക്കണം. ചൂണ്ട പോളയിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ അതിനകത്ത് നമുക്ക് മീൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചൂണ്ട അതിനകത്ത് കുടുങ്ങി പൊട്ടി പോകത്തേ ഉള്ളൂ. അപ്പോൾ ചൂണ്ടയിടുന്നവർക്കൊക്കെ നേരെ ഇങ്ങോട്ട് പോകാം. ആലപ്പുഴയിൽ വന്ന് ശരിക്കും ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് വള്ളത്തിലൊക്കെ കയറി പോവാം. ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ ഇദ്ദേഹം ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം ചൂണ്ടയിൽ മീനൊന്നും കുത്തിയിട്ടില്ല. പക്ഷേ നേരത്തെ കുത്തിയതൊക്കെ പുള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം വീഡിയോയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്താണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തിയത്. അത് കണ്ടാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു വന്ന് ഈ വീഡിയോ എടുത്തത്. ഇത് ഈ കാണുന്നത് പോലെ തന്നെ ഒരു വല കെട്ടിയിട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ മീനെ ഇറക്കിയിട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം സമയം നിന്ന് മീനെ പിടിക്കാൻ പറ്റും. അപ്പോൾ മീൻ ചത്തുപോകത്തില്ല. അങ്ങനെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ മീനെ കൊണ്ടുപോകാനും പറ്റും. ഇത് കളമ്പാണ്. ഇത് കായൽ ടൂറിസം ഇപ്പോൾ വളരെയധികം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷെ അതിനുവേണ്ടി കെട്ടിപ്പൊക്കുന്ന ഈ വലിയ വലിയ കെട്ടിടങ്ങൾ കുട്ടനാടിൻ്റെ തനത് സൗന്ദര്യത്തിന് എത്രമാത്രം യോജിക്കുന്നു എന്ന് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. കായൽ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നതിന് ശേഷം ലൈറ്റ് ഹൗസ് കാണുവാൻ വേണ്ടിയാണ് പിന്നീട് പോയത്. ആലപ്പുഴയിൽ തന്നെ ഏറ്റവും തിരക്കുള്ളൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മുല്ലക്കൽ തെരുവ്. ഇവിടെയാണ് ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഉത്സവമായ മുല്ലക്കൽ ഉത്സവം നടക്കുന്ന ശ്രീ രാജരാജേശ്വരി ടെമ്പിൾ ഉള്ളതും. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയായിരിക്കാം. അതിന് കാരണം അടുത്തടുത്തായി കിടക്കുന്ന കായലും കനാലുകളും കടലും ചേർന്നൊരുക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഉണ്ട്. വളരെ പുരാതന തുറമുഖ പട്ടണമായ ആലപ്പുഴയിലെ തെരുവുകൾ കാണാനും വളരെ മനോഹരമാണ്. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ചെറിയൊരു തണുപ്പുള്ള കാറ്റുമൊക്കെ ഏറ്റ് നടത്തിയ നല്ല സുഖമുള്ളൊരു യാത്രയായിരുന്നു ഇത്. ഇപ്പോൾ പട്ടണത്തിൽ എവിടെയും കൊണ്ടുപിടിച്ച് മോടി പിടിപ്പിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മോടി പിടിപ്പിക്കുന്നതിന് പോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ നാട് കാണാൻ വരുന്ന വിദേശികൾ ഇവിടെ നമ്മൾ കെട്ടിപ്പൊക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും കാണാൻ വേണ്ടിയല്ല കൂടുതലും വരുന്നത്. അതെല്ലാം അവരുടെ നാട്ടിൽ അവർ ആവശ്യത്തിന് ഉണ്ട്. അവരൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അവർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന തനത് കെട്ടിടങ്ങളും കാഴ്ചകളും കാണാൻ വേണ്ടിയാണ് വിദേശികൾ വരുന്നത്. ആധുനിക ആലപ്പുഴ പട്ടണത്തിൻ്റെ സൃഷ്ടാവായത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസാണ്. 1762 അദ്ദേഹം ആലപ്പുഴയെ ഒരു ആസൂത്രിതമായ തുറമുഖ നഗരമാക്കി മാറ്റി. ദിവാൻ കടലിൽ നിന്നും കായലിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കനാലുകൾ വെട്ടിക്കുകയും കച്ചവടക്കാരെയും വ്യാപാരികളെയും ഇവിടേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആലപ്പുഴ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമായി മാറി. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷമായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 12 രൂപയുള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി. ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു പഴമ തോന്നാറുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി ആലപ്പുഴ പട്ടണത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. ഒരുവിധം ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. പിന്നെ വളരെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണുമ്പോൾ തന്നെ അവിടെ കൂടി പോകുന്ന ട്രെയിനും കൂടി കാണാൻ കഴിയുന്നൊരു പ്രത്യേകത കൂടി ആലപ്പുഴ ലൈറ്റ് ഹൗസിനുണ്ട്. ട്രെയിൻ കടന്നു പോകുന്നത്
നല്ല മനോഹരമായൊരു ദൃശ്യാവിഷ്കാരമായി നമുക്ക് തോന്നാറുണ്ട്. പിന്നെ അടുത്തുള്ള പഴയകാല കെട്ടിടങ്ങളും സപ്ലൈകോയുടെയൊക്കെ കെട്ടിടങ്ങളും എല്ലാം കാണുമ്പോൾ നല്ല ആലപ്പുഴ പഴമ തോന്നിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളെല്ലാം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കത്തില്ല, അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമായി. നല്ല ശക്തമായ കാറ്റും കാർമേഘങ്ങളൊക്കെ കൊള്ളാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുന്ന മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ കാറ്റും മഴയും അനുഭവമായിരുന്നു. അങ്ങനെ ഇതുവരെ ഇത് ഒരുപാട് പ്രാവശ്യം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു കാഴ്ച, അതായത് മഴയുടെ കാഴ്ച കാണാൻ കഴിയും. കിട്ടുന്നില്ലല്ലേ? അയ്യോ, നമ്മൾ എന്നാ ചെയ്യും? ബാക്കി അപ്പുറത്തെ വെള്ളമാ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ കൊണ്ടു. അങ്ങനെ ഞങ്ങളുടെ ആലപ്പുഴ കാഴ്ച മനോഹരമാക്കാൻ മഴയും ഞങ്ങൾക്കൊരു കൈസഹായം ചെയ്ത പോലെ അങ്ങനെ മഴ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാഴ്ചകളും തുടർന്നുകൊണ്ടേയിരുന്നു.